വണ്ടി ഇവിടെ ഓടിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അപ്പോൾ ഇന്നലൊരു വീഡിയോ കണ്ടു. ഒരു ചേച്ചി കുടുംബം നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്, ആ ചേച്ചി ഏജിലാണ്, ഇത്തിരി വയസ്സായിട്ട്. അപ്പോൾ ചേച്ചി കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് യൂണിയനില്ല ഒന്നുമില്ലെന്ന് തോന്നുന്നു. യൂണിയനിൽ വേണം നിർബന്ധമുണ്ടോ? എന്താ മനുഷ്യന്മാരല്ലേ? അതിനെന്താ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്തത്? അത് നമ്മുടെ ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ BNS, ഭാരത് നയ സംഹിത, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ചേച്ചി വല്ലതും ചെയ്യണ്ട. വല്ല ടെററിസ്റ്റാണോ? വല്ല എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടാരെങ്കിലും ഉണ്ടോ? സമാധാനമായിട്ട് ജീവിക്കട്ടെ, എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭരണഘടന, നമ്മുടെ ഭരണഘടന പ്രകാരം നല്ലതാണ്. യൂണിയൻ ഉണ്ടാക്കാൻ എല്ലാം ചെയ്യാം. മനുഷ്യൻ്റെ ഒത്തൊരുമയ്ക്ക് ഒരു എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ കുടുംബത്തിലത്തെ ഒരു അംഗം പോലെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്മയാവാം, പെങ്ങളാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ കൺസിഡറേഷൻ വേണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മതം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടി മാത്രമാണ്, അങ്ങനത്തെ തോട്ടിൽ പോകാണ്ടേ. നിങ്ങളിപ്പോൾ ഒരു പാർട്ടി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിരീടം വെച്ചിട്ട് നിങ്ങൾ തന്നെ രാജാക്കന്മാരായിട്ട് നടന്നു. പക്ഷേ ബാക്കിയുള്ളവരെ നിങ്ങൾ രാജാക്കന്മാരായിട്ട് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയണ കമൻറ്റ് ചെയ്യണം അങ്ങനെ നിൽക്കരുത്. നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനുഷ്യന്മാർ, ഇപ്പോൾ നിങ്ങൾക്ക് കിരീടം ഉണ്ടെങ്കിൽ എനിക്ക് കിരീടമുണ്ട്, എനിക്ക് കിരീടം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിരീടമില്ല, അങ്ങനെ മതി. അതല്ലേ നമ്മുടെ ഗാന്ധിജിയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ, അല്ലെങ്കിൽ അംബേദ്കർ, ഗാന്ധിജി തന്നെ എത്ര സമരം ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ആൾക്ക് അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രശ്നം, ദക്ഷിണാഫ്രിക്കയിലുണ്ടായ ഒരു പ്രശ്നം, സത്യാഗ്രഹം ഇരുന്നിട്ട് എല്ലാം ഇന്ത്യയിൽ സത്യാഗ്രഹമായി. നമുക്ക് ഒന്നാമത് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് ചോദിച്ചു വാങ്ങുക പറയുന്നത് എന്തിനത്? നമ്മൾ മനുഷ്യന്മാരല്ലേ? ഇപ്പോൾ നമ്മളാണോ ഈ ഭൂമി ഇട്ട് കറക്കണത്? അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് നമ്മളാണോ? അല്ലെങ്കിൽ മഴ ഉണ്ടാക്കുന്നത് നമ്മളാണോ? വെള്ളം നീരവിയിട്ട് പോയിട്ട് ഒരു തുള്ളി വെള്ളം കൂടണില്ല കുറയണില്ല, ഈ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രതി പോകണില്ല, എന്നിട്ട് നമുക്ക് തന്നെ മഴയിട്ട് കിട്ടുന്നത് നമ്മുടെ ശരീരം, ഇത് കിഡ്നി പോകണം, ലിവർ പോകണം, ഇതൊക്കെ പോണ്ട്. ഇത് അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് എന്തിനു കിങ്ങായിട്ട് നിൽക്കണം? നിങ്ങൾ ഗ്രൂപ്പ് അഞ്ചിനെങ്കിൽ നിങ്ങൾ പരസ്പരം കിരീടം ചേർത്ത് നിങ്ങൾ തന്നെ തൊഴുക അങ്ങോട്ടും ഇങ്ങോട്ടും. ബാക്കിയുള്ളവരെ നിർബന്ധിക്കരുത്. പൊട്ടത്തരം മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഒരാൾ അംഗീകരിക്കില്ല. എല്ലാവർക്കും ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട്. പിന്നെ നമ്മുടെ 9ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കുറച്ച് ബോധം വെച്ച് തുടങ്ങുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ BNS മൊത്തം നിയമങ്ങൾ, നമ്മുടെ റൈറ്റ്സുകളൊക്കെ ബുക്കിൽ എഴുതിയിട്ട് എല്ലാവരും പഠിപ്പിച്ച് സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കട്ടെ. ഒരാൾ രാജാവാവിന് നിൽക്കണ്ട, ഒരാൾ പ്രജാവിന് നിൽക്കണ്ട, എല്ലാവരും ഈക്വലായിട്ട് പോട്ടെട്ടാ. അതല്ലേ അതിൻ്റെ ഒരു റൈറ്റ്സ്. ഒരാൾ അംഗീകരിക്കില്ല, അത്ര തന്നെ.